മെസ്സി വരണമെന്നും ഇവിടെ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ കളികൾ നടക്കണമെന്നുള്ളത് കേരളത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെ എല്ലാവരുടെയും ആവശ്യമാണ്. മുഴുവൻ കായിക പ്രേമികളും വളരെ ആവേശത്തിലായിരുന്നു ഇതിനെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏറ്റവും ഒടുവ് വന്ന വാർത്ത പ്രകാരം അതിൻ്റെ ഡേറ്റ് മാറുന്നു എന്ന വാർത്ത പുറത്തു വന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയമായി ചോദിക്കുന്നതിനോ മറുപടി പറയണതിനൊന്നും ഒരു പ്രയാസമില്ല. പക്ഷെ ഇന്നലെ വൈകുന്നേരം നമ്മൾ കണ്ടതെന്താണ്, ആ സ്റ്റേഡിയത്തിലേക്ക് ഒരു സംഘം അതിക്രമിച്ച് കയറുന്നു. അത് നശിപ്പിക്കാൻ ആവശ്യമാവുന്ന രൂപത്തിലേക്ക് ഒരു ഇന്റർനാഷണൽ മാച്ച് കളിക്കുമ്പോൾ നടത്തേണ്ട സൂക്ഷ്മതയോടെയുള്ള പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ആ പ്രവർത്തനം പൂർത്തീകരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. എന്തിനാണ് അങ്ങനെ കയറുന്നത്? അപ്പം മെസ്സി വരരുത്, ഈ പരിപാടി നടക്കരുത് എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നല്ലേ അത് കാണിക്കുന്നത്. അപ്പം രാഷ്ട്രീയമായി ആക്രമിക്കാനുള്ള ഒരു സാഹചര്യം ഇതിനെ മാറ്റുകയും ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ഇത് അലങ്കോലപ്പെടുത്താൻ കഴിയുമോ എന്ന നിലയിലേക്കാണ് കോൺഗ്രസ് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നത്. അത് തെറ്റാണ്. കോൺഗ്രസ് അത് തെറ്റുപറ്റിയെന്നുള്ള ആളുകളോട് പറയണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപങ്ങളോ മറ്റു കാര്യങ്ങളോ സംശയങ്ങളോ ഉന്നയിക്കാനുണ്ടെങ്കിൽ അതിനെല്ലാം ഉള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾ അതിനെയൊന്നും എതിർക്കുന്നതല്ല, അതൊക്കെ ഉന്നയിക്കാവുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തി രാഷ്ട്രീയ പ്രേരിതമാക്കി ഈ കേരളത്തിൻ്റെ കായിക അന്തരീക്ഷത്തെ ലോകത്തിൻ്റെ മുന്നിലേക്ക് കാണിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കേരളത്തെ തന്നെ ലോകത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഇത്തരം സാധ്യതകളെ നശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ടാണ് അത് അവർ രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള അടവ് സമീപനമൊക്കെ ആയിട്ട് ഇത്തരം നല്ല പ്രവൃത്തിയെ പോലും മാറ്റാൻ ഇങ്ങനെ അവർ പരിശ്രമിക്കുന്നു. അല്ല, CPM ഇതിനെ രാഷ്ട്രീയമായിട്ടൊന്നും നേരിടേണ്ട കാര്യമില്ല. ഞങ്ങളിതിനെ തുറന്ന് ജനങ്ങളുടെ മുമ്പായുണ്ട്. ഞങ്ങളിതിനെതിരാണ് രാഷ്ട്രീയം കലർത്തേണ്ടത്. ഞങ്ങൾക്ക് ഒരു നയമുള്ളൂ, ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ മത്സരങ്ങൾ കേരളത്തിനകത്ത് നടക്കണം. അത് കേരളത്തിന്റെ കായിക മേഖലയ്ക്കും പൊതുവിൽ കേരളത്തിനും ഗുണകരമായ ഒന്നാണ്. കേരളത്തെ ലോകത്തിന്റെ മുമ്പായി അവതരിപ്പിക്കാൻ തന്നെ സഹായകരമാവുന്ന ഒന്നാണ്. അതിന് ഇത്തരത്തിലുള്ള സ്പോൺസർമാരെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ വരുന്നു എന്നുള്ളതാണ് വന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് കഴിയുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം കേരളത്തിലെ ഗവൺമെന്റ്. ആരാണെങ്കിലും കേരളത്തിന്റെ ഗവൺമെന്റ് അത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കേരളം ഇതുപോലെയുള്ള കളികളുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറണം എന്ന ഒറ്റ സമീപനം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ്. അത് ആര് നടത്തിയാലും ഞങ്ങൾ അതിനെ സ്വീകരിക്കുകയാണ്. നമ്മുടെ നാടിനാണ് അതിന്റെ ഗുണം, കേരളത്തിനാണ് അതിന്റെ ഗുണം. അത് രാജ്യത്തും ലോകത്തും കേരളം അടയാളപ്പെടുത്തും. അത് തീർച്ചയായും നമ്മുടെ നാടിന് ഗുണമല്ലേ. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അങ്ങനെ ഇന്ന് ഞങ്ങൾ സ്ഥിരമായി ചേരുന്ന യോഗങ്ങളാണ്. എനിക്ക് അത്ഭുതം തോന്നി ഇന്നിപ്പോ ഇതുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത്തരം യോഗങ്ങൾ മിക്കപ്പോഴും ചേരുന്നതാണ്. ഇതിന്റെ മാത്രമല്ല, ഞങ്ങളുടെ ബന്ധപ്പെട്ട ഭരണസമിതികളുടെ ഏത് തരത്തിലുള്ളതിന്റെ ആണെങ്കിലും അത്തരം യോഗങ്ങൾ ഞങ്ങൾ സ്ഥിരമായി ചേരുന്ന യോഗങ്ങളാണ്. ഇന്നിപ്പോ രാവിലെ നിങ്ങളിവിടെ പഠിച്ച് നിൽക്കുന്ന എനിക്ക് ആശ്ചര്യം തോന്നി. അല്ല, നമ്മളിപ്പോ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ള വിവരം, ആ കളി വീണ്ടും അർജന്റീനയെ കൊണ്ടുവരാൻ വന്ന സാങ്കേതികമായ തടസ്സങ്ങൾ പരിഹരിച്ചുകൊണ്ട് അത് കൊണ്ടുവരാനുള്ള പരിശ്രമം നന്നായി നടക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ സർക്കാരിന്റെ ഒരു നയം എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നടക്കും. അപ്പൊ എന്തുകൊണ്ടാണ് സർക്കാർ ഒരു ഇനീഷ്യേറ്റീവ് ഇങ്ങനെ സ്പോൺസറെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്പോൺസറെ സമീപിച്ച് അത് കൊണ്ടുപോകണം? അല്ല, അതിപ്പോ ഒരു നേരിട്ട് സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. ഇത്തരം പ്രവർത്തനങ്ങളിൽ സർക്കാരും സ്വകാര്യ രംഗത്ത് നിൽക്കുന്നവരും സ്പോൺസർമാരുടെ എല്ലാവരുടെയും സേവനം വാങ്ങുക എന്നുള്ളതാണ്. സ്പോർട്സ് ഇത് വലിയ രൂപത്തിൽ വലിയ വിശാലമായി ചെയ്യേണ്ടതാണ്, വലിയ ചെലവുകൾ ഉള്ളതാണ്. അതപ്പോൾ സർക്കാരിനെ കൊണ്ട് മാത്രം സാധ്യമാവുക എന്നുള്ളതല്ല, സർക്കാരിന്റെ പിന്തുണയോടെ ഇതിന് സന്നദ്ധരായ ആര് വന്നാലും അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് കണ്ടത്. അല്ല, ഒരു വീഴ്ചയും വന്നതായിട്ട് ഞാൻ കാണില്ല. GCD വളരെ കൃത്യമായി തന്നെ അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതൊന്നും നമുക്ക് അറിയുന്ന കാര്യമില്ല. ഇല്ലില്ല, അതൊന്നും പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞങ്ങളത്തരം കാര്യങ്ങൾ തന്നെ അതൊക്കെ മറ്റേ ഭരണം നടത്തുന്ന ആളുകളോട് നിങ്ങൾ സ്റ്റേഡിയത്തിന്റെ ഒരു അധികാരം ഒരു സ്പോൺസർ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നില്ല. കാരണം ഇത് നേരത്തെ ഇപ്പൊ GCD ചെയർമാൻ തന്നെ പറഞ്ഞു ഇത് കരാറുണ്ടാക്കിയിട്ടുണ്ട് ഫൗണ്ടേഷനുമായിട്ടാണ്. ഫൗണ്ടേഷൻ അല്ല ഇതിൽ അഭിപ്രായം പറയുന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് 70 കോടി മുടക്കുന്നു അല്ലെങ്കിൽ ഇത്രയും ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് സ്പോൺസറാണ്. അപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിക്ക് അത്തരത്തിലൊരു സ്റ്റേഡിയത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് GCD കൺട്രോൾ ചെയ്യേണ്ടതായിരുന്നു. അതിപ്പോ നമ്മൾ എന്ത് മറുപടി പറയാം? നാട്ടിലെ ആളുകൾ എന്തെല്ലാം അഭിപ്രായം പറയുന്നുണ്ട്, അതിനൊക്കെ മറുപടി പറയാൻ ഞങ്ങൾക്ക് പറ്റുമോ? ഇപ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ ഉടമയോ ഏതെങ്കിലും സ്പോൺസറോ ആരെങ്കിലും അവരുടെ അഭിപ്രായം പറയാൻ, അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് കയറി ഞങ്ങളെങ്ങനെയാണ് അഭിപ്രായം പറയാം? അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്.